അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ അനിൽ വിളയിൽ, താങ്കൾ ഇന്നലെ അഭിപ്രായം പറഞ്ഞതാണ് വാപുരൻ എന്ന സങ്കല്പമാണ് നിങ്ങളുടെ വാദം എന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി ഇന്നത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സങ്കല്പമില്ല, അത് തെറ്റാണ്. കാരണം ശബരിമല എന്നത് വർഷങ്ങളായി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമാണ് വാവർ. അത് മതമൈത്രിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ശബരിമലയുടെ വിശ്വാസത്തെ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ മറികടക്കാൻ, ധിക്കരിക്കാൻ ശ്രമിക്കുന്നത് ഈ സംഘടനകളാണ്, താങ്കളടക്കമുള്ളവരുടെ സംഘടനകളാണ് എന്നതാണ് മന്ത്രിയുടെ വാദം. അതെ, ബഹുമാനപ്പെട്ട മന്ത്രി ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതേ നിലപാട് തന്നെയായിരുന്നു ഇടതുമുന്നണി ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന ആചാരാനുഷ്ഠാനത്തിനെ തുടരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയാനിടയായ സാഹചര്യം എരുമേലിയിൽ ഉയരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. വാപുര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പനും ധർമ്മശാസ്താവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വാവര് ഉണ്ടെങ്കിൽ വാവരും വാപുരനും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കണം. ധർമ്മശാസ്താവിന്റെ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളാണ് വാപുരൻ. ശിവഭൂതഗണത്തിന്റെ ഭാഗമായിട്ടുള്ള വാപുരനാണ് ഒരു ക്ഷേത്രം വേണമെന്ന് പറയുന്നത്. അല്ലാതെ എരുമേലിയിൽ ഈ വാവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആചാരാനുഷ്ഠാനം ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എരുമേലിയിലെ നൈനാർ പള്ളിയിൽ ഈ വാവരെ ആരാധിക്കുന്നുണ്ട്, അല്ലെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസ കേന്ദ്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഞങ്ങൾ ആരെയും എതിർക്കാനോ തടയാനോ അല്ലെങ്കിൽ എരുമേലിയിലെ മതസൗഹാർദ്ദം തകർക്കാനോ അല്ല. വാപുരൻ എന്ന് പറയുന്ന ആ ശിവഭൂതഗണം എന്ന ആ സങ്കല്പത്തിനെ ആരാധിക്കാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തികൾക്കോ സനാതനധർമ്മ വിശ്വാസികൾക്കോ ഒരു ആരാധനാലയം വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് എരുമേലിയിലെ നൈനാർ പള്ളിയിൽ പോകുന്ന ആൾക്കാർ അവിടെ പൊക്കോളട്ടെ. ഒരു പുതിയൊരു വാപുര ക്ഷേത്രം അവിടെ വന്നാൽ അവിടെ വരേണ്ടവർ അവിടെ വന്നോട്ട്, ഒരു കുഴപ്പവുമില്ല. ഭാരതീയ സംസ്കാരം അനുസരിച്ച് എല്ലാത്തിനെയും സ്വീകരിക്കുകയും എല്ലാത്തിനെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ളൊരു ഭൂമിയാണ് ഈ ഭാരതം. ഒരു എതിർപ്പുമില്ല. മന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് അറിയത്തില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. എരുമേലിയില് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വാപുരൻ എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കുന്നു. അത് ഭരണഘടന ഉറപ്പുപറയുന്ന കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ക്ഷേത്രം പണിയാമെന്നുള്ളത്. ആ ക്ഷേത്രം പണിഞ്ഞോട്ട്, അവിടെ വരേണ്ടവർ അവിടെ വന്നോട്ട്. എരുമേലിയിലെ നൈനാർ പള്ളിയിലെ വാവരുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയി ആരാധന നടത്തേണ്ടവർക്ക് അവിടെ പോയി ആരാധന നടത്താം. ആരും പറഞ്ഞിട്ടില്ലല്ലോ, ആരെങ്കിലും എതിർക്കുമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ എടുത്ത നിലപാട് വ്യത്യസ്തമായിരുന്നു. വാവർ എന്നൊരു സങ്കല്പം ഇല്ല എന്നതായിരുന്നു വാദം. ഇന്ന് ആ വാദത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. അല്ല, അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വാവരുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവര് പറയേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന ധർമ്മശാസ്താവുമായി ബന്ധപ്പെട്ട ശിവഭൂതഗണമാണ് വാപുരൻ എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. ശബരിമല ഈ വിഷയം വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 1114 ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇപ്പോഴോ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ശ്രീ മഹാശാസ്ത്ര പൂജാ കൽപ്പം എന്ന് പറയുന്ന ബാലദണ്ഡായുധപാണി സ്വാമികൾ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ശബരിമലയിലെ ഈ മാളികപ്പുറത്തിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടടുത്ത വാപുരസ്വാമിയുടെ ക്ഷേത്രം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കന്നിയിൽ ഗണപതി, വായുകോണിൽ മാളികപ്പുറത്തമ്മ, വടക്ക് ഭാഗത്ത് വാപുരസ്വാമി എന്ന് തന്നെ വളരെ കൃത്യമായി മഹാശാസ്ത്ര പൂജാകൽപ്പം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലുണ്ട്. 1114 എഴുതിയ പുസ്തകമാണത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥം. അവിടെ ഒരു കാലത്ത് വാപുര ക്ഷേത്രത്തിന്റെ ഉണ്ടായിരുന്നു. അത് കാലക്രമേണ പല അജണ്ടകളുടെ ഭാഗമായിട്ടും ആ വാപുര ക്ഷേത്രം ഇല്ലാതാക്കിയതായിട്ടാണ് പലരും മുൻ തലമുറയിലുള്ള വ്യക്തികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചരിത്രം. ഞങ്ങൾ ഈ കാര്യത്തിന് രണ്ടായിട്ട് കാണണം. അയ്യപ്പനും വാപുരുമായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറയുന്ന ധർമ്മശാസ്താവും വാപുരനുമായിട്ടുള്ള ബന്ധമാണ്. ധർമ്മശാസ്താവുമായി ബന്ധപ്പെട്ട ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പവും ആരാധനാ മൂർത്തിയുമാണ് ശിവഭൂതഗണത്തിന്റെ ഭാഗമായിട്ടുള്ള വാപുരൻ. വാപുരന്റെ ഒരു ക്ഷേത്രം വരുന്നതിന് ആരും എതിർപ്പ് പറയേണ്ട കാര്യമില്ല. വാവർക്കെതിരല്ല. അവിടുത്തെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനം ആ എരുമേലിയിലെ നൈനാർ പള്ളിയിൽ ഉണ്ടെങ്കിൽ അതിനായിട്ട് എതിരായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിക്കെതിരെ വ്യക്തിപരമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം അതിനെ വലിച്ചെടുത്തതെന്ന് അറിയില്ല.
ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വിമർശിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കൂടി മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് ഭാരതാംബയുമായി ബന്ധപ്പെട്ട കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നവും ഈ വാപുരസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയോ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ യാതൊരു ശ്രമവും നടത്തുന്നില്ല. വാപുരന്റെ ഒരു ക്ഷേത്രം വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അനുകൂലമാണ് ഞങ്ങളൊക്കെ തന്നെ. താങ്കൾ